ഹലോ ഗേസ്, നമ്മൾ 3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് ചാൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ISL ക്ലബ്ബുകളുടെ ഒരു പ്ലേ ഓഫ് ചാൻസസ്, അതുപോലെ തന്നെ ഷീൽഡ് റേസിൽ ഏതൊക്കെ ടീമുകളാണുള്ളത്, അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ്, ഇതൊക്കെയാണുള്ളത്. ഇതാണെങ്കിലും ഇപ്പം മിക്ക ടീമുകൾക്കും 8ഓളം മത്സരങ്ങളൊക്കെ അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനിയും നമുക്കൊന്നും ജഡ്ജ് ചെയ്യാനായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നിലവിലത്തെ പെർഫോമൻസും ആ ഒരു പ്രോബബിലിറ്റിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഷീൽഡ് റേസിലേക്ക് വരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ക്ലബ്ബുകൾക്ക് മാത്രമാണ് ഇതിൽ ഒരു സാധ്യത ഉള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത് മറ്റാരുമല്ല, മോഹൻ ബഗാൻ തന്നെയാണ്. പിന്നെ പറഞ്ഞ പോലെ ജംഷഡ്പൂർ FC ഗോവ, ബംഗളൂരു FC എന്നീ ക്ലബ്ബുകൾക്കും സാധ്യതകളുണ്ട്. പക്ഷേ നിലവിൽ ബംഗളൂരു FCയുടെ പെർഫോമൻസ് കുറച്ച് കൺസിസ്റ്റൻസി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ അവർക്ക് പോയിന്റ് കിട്ടുന്ന ഒരു കാര്യത്തിലാണെങ്കിലും അവരുടെ ഇപ്പം ആദ്യ സമയത്ത് അവരുടെ ഡിഫൻസ് എത്ര നല്ലതായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരുപാട് ഇൻഡിവിജ്വൽ എറേഴ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് വരാൻ തുടങ്ങി. എസ്പെഷ്യലി ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്കൊക്കെ അവരെ വല്ലാതെ വലയ്ക്കുന്നൊരു ടീം തന്നെയാണ് എന്നുള്ളത് അറിയാം. ഫോർ മീ പറയുകയാണെങ്കിൽ മോഹൻ ബഗാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഗോവയ്ക്കും ജംഷഡ്പൂർ FCക്കും ഏതാണ്ട് ഒരേപോലുള്ള ചാൻസസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ബംഗളൂരു FCക്ക് ഒരു സാധ്യതയുള്ളത് എന്ന് പറയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും 16 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് 36 പോയിൻ്റാണ് മോഹൻ ബഗാൻ ഉള്ളത്. തൊട്ട് താഴെ നിൽക്കുന്ന FC ഗോവയ്ക്ക് 16 മത്സരങ്ങളിൽ 30 പോയിന്റ്, അതായത് 6 പോയിന്റിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. എന്നാൽ ഇവിടെ ജംഷഡ്പൂർ FCക്ക് 28 പോയിന്റേ ഉള്ളെങ്കിലും അവർ 15 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. ഒരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മത്സരത്തിൽ കൂടി അവർക്ക് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ 5 പോയിന്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുകയും ഈ പറഞ്ഞ പോലെ ഈ ഒരു റേസിലേക്ക് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് എന്ന് പറയാനും സാധിക്കും. പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടീമുകളൊക്കെ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്, ടഫ് മാച്ചസ് വരുന്നുണ്ട്. അപ്പം ആ മാച്ചസിലെ പോയിന്റ്സ് ഒക്കെ വളരെ ഒരു ക്രൂഷ്യലായിട്ട് വരും. ഇപ്പോൾ മോഹൻ ബഗാൻ നോക്കുകയാണെങ്കിൽ ബംഗളൂരു FCക്കെതിരെയും ഗോവയ്ക്കെതിരെയും മാച്ചസ് വരുന്നുണ്ട്. ഗോവയ്ക്കാണെങ്കിൽ ജംഷഡ്പൂരിനെതിരെയും മോഹൻ ബഗാനെതിരെയുമുള്ള മാച്ചസ് വരുന്നുണ്ട്. ജംഷഡ്പൂരിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബംഗളൂരു FCക്കെതിരെയും ഗോവയ്ക്കെതിരെയും മാച്ചസ് വരുന്നുണ്ട്. സോ പറഞ്ഞല്ലോ, ഇതൊക്കെ മാച്ചസൊക്കെ ഭയങ്കര ഒരു പോയിന്റ്സിലും അല്ലെങ്കിൽ ഷീൽഡ് റേസിലും ഒക്കെ ഒരു ഭാഗമാകുന്ന മത്സരങ്ങൾ തന്നെയായിരിക്കും. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻ ബഗാന് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വലിയ സാധ്യതയുള്ളത്. സോ ഇനി പ്ലേ ഓഫ് സാധ്യതയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ 4 ടീമുകളുണ്ടല്ലോ മുമ്പ് പറഞ്ഞിട്ടുള്ള, അവർ ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ട് തന്നെയാണുള്ളത്. ഇനി ഒരു അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കാര്യത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. കാരണം അവരെ എങ്ങനത്തെ പെർഫോമൻസ് വന്നാലും ഏറെക്കുറെ ഒരു പ്ലേ ഓഫിലേക്ക് എത്തേണ്ട പോയിന്റ്സ് സെക്യൂർഡ് ആയി കഴിഞ്ഞു. 1 or 2 വിജയമൊക്കെ നേടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ടീമുകൾക്കൊക്കെ അത് കംപ്ലീറ്റ്ലി അങ്ങ് ഉറപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. എന്താണെങ്കിലും പറഞ്ഞ 5ാം സ്ഥാനത്ത് മുതൽ 11ാം സ്ഥാനത്ത് വരെ നിൽക്കുന്ന ടീമുകൾക്ക് ഇപ്പോഴും പ്ലേ ഓഫിലേക്ക് വലിയ തോതിലുള്ളൊരു സാധ്യതയുണ്ട്. ഈവൻ 12ഉം 13ഉം സ്ഥാനത്തുള്ള ഇപ്പം മുഹമ്മദനാണെങ്കിലും ഹൈദരാബാദ് FCക്കാണെങ്കിൽ പോലും വിദൂരമായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കാര്യം എടുക്കാം. 17 മത്സരങ്ങളിൽ നിന്ന് 25 പോയിന്റോടെയാണ് അവർ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷേ അവരുടെ ഒരു നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞ 4 മാച്ചായിട്ട് വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. 4 മത്സരങ്ങളും ഡ്രോ ആയിരുന്നു, 4 പോയിന്റ്സാണ് നേടിയെടുത്തത്. അപ്പം ഇത് അവർക്കൊരു സെറ്റ് ബാക്ക് ആയിട്ടുണ്ട്. അവർക്ക് ഈ മാച്ചസിലൊക്കെ 1 or 2 വിജയമെങ്കിലും സ്വന്തമാക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ ഇതിൽ നിന്നൊരു മേലോട്ട് പോക്ക് അവർക്ക് ഉറപ്പായിട്ടും സാധ്യമായേനെ എന്നുള്ളതാണ്. സോ അതാണ് നിലവിലത്തെ അവരുടെ ഒരു സെറ്റ് ബാക്ക്. ഇതിൽ നിന്ന് അവർക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാധ്യതകളുണ്ട്. പിന്നെ മുംബൈ സിറ്റി FCയിലേക്ക് വരുമ്പോൾ 16 മത്സരങ്ങളിൽ നിന്നാണ് 24 പോയിന്റ്, അവർ 6ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രശ്നം ഒരു കൺസിസ്റ്റൻസി പ്രശ്നമാണ്. അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കണം. ചില മത്സരങ്ങൾ വിജയിക്കുന്നുണ്ട്, ചില മത്സരങ്ങളിൽ ഇപ്പോൾ 3-0 തോൽവികൾ ഈ സീസണിലൊരു തുടരെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെ കരകയറുന്നു എന്നുള്ളത് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ എന്നുള്ളതാണ്. ഈ 7ാം സ്ഥാനത്താണ് ഒഡീഷ FCയുടെ സ്ഥാനം. അവർ നിലവിൽ അത്ര മികച്ച ഫോമിലല്ല. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 2 പോയിന്റ്സാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ ഇതിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിൽ നിന്നിട്ട് ഇപ്പം ഒന്ന് താഴേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത്. ഇനി മുന്നോട്ട് ആ പെർഫോമൻസ് ഒക്കെ എങ്ങനെ വരും എന്നുള്ളത് നോക്കിക്കാണണം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സാണ് 8ാം സ്ഥാനത്തുള്ളത്. അവരുടെ പോയിന്റ് 17 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റാണ്. ഈ പറഞ്ഞ 5 മുതൽ 11 വരെയുള്ള സ്ഥാനങ്ങളിലുള്ള ടീമുകളുടെ കാര്യമൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും ഫോമിൽ നിൽക്കുന്നൊരു ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്നുള്ളത് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ 3 മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാലാണ് കേട്ടോ. കാരണം കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റ്സാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള മറ്റ് ടീമുകൾ എനിക്കൊന്ന് മോഹൻ ബഗാനും ജംഷഡ്പൂരാണ്. അപ്പം ആ ഒരു പെർഫോമൻസ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഒപ്പോണൻറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടാകും. ഇനി വരുന്ന ഒപ്പോണൻസൊക്കെ ആയിട്ട് എങ്ങനെ പോയിന്റ്സ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു ഫാക്ടറായിട്ട് വരും എന്നുള്ളതാണ്. ഇനി പഞ്ചാബ് FC ആണ് അതിന് താഴെ നിൽക്കുന്നത്. 15 മത്സരങ്ങളാണ് അവർ കളിച്ചിട്ടുള്ളത്. മത്സരങ്ങൾ കുറവാണ്, 20 പോയിൻ്റാണുള്ളത്. അവർക്കൊരു പ്രശ്നം ഇടക്കാലത്ത് വന്നു. അപ്പോൾ ആദ്യം നല്ല ഫോമിൽ കളിച്ചു, പിന്നെ അവർക്ക് വന്നിട്ടുള്ളൊരു പ്രശ്നം അവരുടെ പ്രധാന താരങ്ങൾ ഇഞ്ചേർഡായി, അവൈലബിലിറ്റി പ്രശ്നം വന്നു. പിന്നെ ചില പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു ഫോം ഔട്ട്. എന്താണെങ്കിലും പുതിയ താരത്തെയൊക്കെ അവർ എത്തിച്ചിട്ടുണ്ട്. പ്ലേയേഴ്സൊക്കെ ഒരുവിധം എല്ലാം അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അവർക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജേർണി നടത്താൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതിന് തൊട്ട് താഴെ നിൽക്കുന്ന 2 ടീമുകളാണ് ചെന്നൈയിൻ FCയും ഈസ്റ്റ് ബംഗാളും.
എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ടീമുകൾക്കും പ്രത്യക്ഷത്തിൽ സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ചെന്നൈയിൻ എഫ് സിക്ക് 16 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റും ഈസ്റ്റ് ബംഗാളിന് 16 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമാണുള്ളത്. പക്ഷേ എങ്കിലും അവരുടെ നിലവിലത്തെ ഒരു ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിതാപകരമാണ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളായിട്ടുള്ള ഒരു ബെറ്റർ പെർഫോമൻസ് തന്നെയാണ് അതിന് താഴെയുള്ള മുഹമ്മദിനും ഹൈദരാബാദ് എഫ് സിയും ഒക്കെ നടത്തുന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, മുംബൈ സിറ്റി എഫ് സി, ഒഡീഷ എഫ് സി, കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് പഞ്ചാബ് എഫ് സി, ഈ 5 ടീമുകളായിരിക്കും ഈ 2 സ്പോട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കടുത്ത കോമ്പറ്റീഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ സ്റ്റിൽ 8 മാച്ചസ് അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ഇനിയും കാര്യങ്ങൾ മറിയാം. എനിക്ക് തോന്നുന്നു ഒരു ഈ അടുത്ത മാസം ഈ ഒരു സാഹചര്യമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. ആരൊക്കെ ആയിരിക്കും ഉണ്ടാകുക, ഇനിയും ഈ പറഞ്ഞ നമ്പേഴ്സ് കുറേ, ഇപ്പം ഷീൽഡ് റേസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീമുകളുടെ ഒരു എണ്ണം കുറയും. അതുപോലെ തന്നെ പ്ലേ ഓഫിലേക്ക് ഈ പറയുന്ന ചില ടീമുകളൊക്കെ എലിമിനേറ്റ് ആയി പോകുന്ന സാഹചര്യമൊക്കെ വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി